സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലീഡിംഗ് സോഫാസ് ആൻഡ് ഇന്റീരിയേഴ്സ് കമ്പനിയിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡീക് 2025 കോ സ്പോൺസർ കൂടിയാണ് കസാരോ. കസാരയിൽ ഈ ഒരു ഫർണിച്ചർ കാണുമ്പോൾ തന്നെ അറിയാം why they are the leading company in South India എന്ന്. So before that ഞാൻ ഇവിടുത്തെ ടീം മെമ്പറോട് തന്നെ ചോദിക്കുകയാണ്. Here we have the crew member of Kazaro. So sir, എന്താണ് ഇന്നത്തെ എക്സിബിഷനെ പറ്റി സംസാരിക്കാനുള്ളത്? And tell me about your brand. എക്സിബിഷൻ നല്ല എക്സിബിഷനാണ്. എന്നുവെച്ചാൽ ഇവിടെ വന്ന കസ്റ്റമറൊക്കെ ജെന്യൂൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സ്, ആർക്കിടെക്ട്സാണ്, എൻജിനീയേഴ്സാണ് എല്ലാവരും ഉള്ളത്. നമ്മൾ 2005 സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ്. അതിൽ ഡയറക്ടർ ബോർഡ് അംഗമാണ് ഞാൻ. ഷഹീർ എന്നാണ് പേര്. ഏകദേശം 20ാമത്തെ വർഷമാണ് 2025 വരുമ്പോൾ. അപ്പോൾ ഈ എക്സിബിഷന് നമ്മൾ ഒരു പ്രൊജക്റ്റ് ബേസ്ഡിലായിട്ടുള്ള എക്സിബിഷനാണ് നമ്മളിത് ഉദ്ദേശിച്ചത്. ഓൾറെഡി സൗത്ത് ഇന്ത്യ മൊത്തം നമ്മൾ ഹോൾസെയിൽ ഡിവിഷനിലായിട്ട് നമ്മൾ സാധനം സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ എക്സിബിഷൻ വരാൻ കാരണം നമ്മൾ കുറേ നല്ല ആർക്കിടെക്ട്സിനെ പരിചയപ്പെടാം, നമ്മളെ ബ്രാൻഡ് പരിചയപ്പെടുത്താം. അതേപോലെ നമ്മൾ കുറച്ച് പുതിയ സെഗ്മെൻറ്റിൽ കുറച്ച് ഈ ഓഫീസ് ചെയർസ്, ഹോട്ടൽ പ്രൊജക്ട്സ് ആൻഡ് റെസ്റ്റോറൻറ്റ്, അതിൻ്റെ ടേബിൾസ് കാര്യങ്ങളെല്ലാം, മെറ്റൽ ടേബിൾസ്, എല്ലാത്തരം ഐറ്റംസിലെ പുതിയ സോഫകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് പുതിയ ആർക്കിടെക്ട്സിനെല്ലാം പരിചയപ്പെടുത്തുക എന്നുള്ള മെയിൻ ഉദ്ദേശം. പിന്നെ കൊച്ചി ഒരു ബേസ് നല്ലൊരു ബേസ് ആണല്ലോ. അപ്പോൾ ഡേക്ക് ഫസ്റ്റ് അവർ നമ്മൾ സംസാരിച്ചപ്പോൾ അവർ നല്ലൊരു ബേസ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. സോ കസ്റ്റമൈസേഷൻ ഇവിടെ അവൈലബിൾ ആണോ? കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണെങ്കിൽ ഏതൊക്കെ റേഞ്ചിലാണ്? നമുക്ക് പ്രീമിയം റേഞ്ച്, അഫോർഡബിൾ റേറ്റ്, മിഡ് റേഞ്ച് എല്ലാം നമുക്ക് അവൈലബിൾ ആണോ? കസാരോ ഉദ്ദേശത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പ്രീമിയം സെഗ്മെന്റ് ആണ്. ശരിക്കും നമ്മളൊരു ലോ എന്നല്ല, നമ്മളെ പ്രൈസ് വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. നമ്മളെ പ്രൊഡക്റ്റ് ഓൾറെഡി ഹൈ പ്രീമിയം പ്രൊഡക്റ്റ് ആണ്. അത് നമ്മൾ ഓരോ പ്രൊഡക്റ്റ് നോക്കിയാലും മനസ്സിലാവും. അതിൻ്റെതായിട്ടുള്ളൊരു പ്രൈസ് അതിൻ്റെ മുകളിലുണ്ടാവും. കാരണം അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻറ്റ് എന്തായാലും പ്രൊഡക്റ്റിൻ്റെ മുകളിലുണ്ടാവും. ആളുകൾക്ക് ഈ പറഞ്ഞവർക്ക് ഡ്യൂറബിലിറ്റി ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ കസാറോ അവർക്ക് ചൂസ് ചെയ്യാം. ഓൾറൈറ്റ്. സോ അത് കൂടാതെ തന്നെ ഡേക് 2025 ഫസ്റ്റ് എഡിഷൻ്റെ കോ സ്പോൺസർ കൂടെയാണ് കസാറോ. കസാറോയ്ക്ക് അപ്പോൾ എന്താണെങ്കിലും കുറച്ചധികം കാര്യങ്ങൾ ഡേക്കിനെ പറ്റി സംസാരിക്കാനുണ്ടായിരിക്കും. സോ സർ പ്ലീസ്. ഒരു സ്പോൺസർഷിപ്പിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ജനങ്ങളിലേക്ക് നമ്മുടെ ബ്രാൻഡ് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ പേര് ഫെമിലിയർ ആക്കുക, ആളുകളിലേക്ക് വൈഡ് എത്തിക്കുക എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഈ ബ്രാൻഡ് നമ്മൾ കോ സ്പോൺസർ ആയത്. പ്രത്യേകിച്ച് ഡൈക്ക് പോലുള്ള ഒരു നല്ലൊരു എക്സിബിഷൻ ആവുമ്പോൾ. അപ്പോൾ അതാണ് ഉദ്ദേശം മെയിനായിട്ട്. Alright, so well, thank you so much for sponsoring this entire exhibition. Well, thank you again and again. ഇനിയും കാണാൻ സാധിക്കട്ടെ ഞങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു. All the best. Thank you.